ടോപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെ പരിശോധിച്ചു. ഞാൻ എല്ലാം ഒരു വിളിച്ചൊന്ന SI ആണ് വിളിച്ചത്, SI പ്രസാദ്. ഞാൻ കൂടി കേട്ടിട്ടില്ല, അങ്ങനത്തെ ചീത്തകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിന്നെ കൊണ്ടുപോകും, നിന്റെ മക്കളെയും കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറ് ഈ പോലീസുകാരൻ പറഞ്ഞു. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ. നമസ്കാരം. ചോദ്യമാണ്, ജാതിയുണ്ടോ, ജാതി വെറിയുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചിരി വരെയല്ലേ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ? ചിരിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സത്യം പറയാൻ നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് തന്നെ അറിയാം, വേടന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ജാതി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പറയുന്ന പുരോഗമനവാദം പറയുന്നവരെല്ലാവരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ കാരണം, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ കേട്ട ഒരു ന്യൂസ് വളരെ ദയനീയമായ, സത്യം പറഞ്ഞ സങ്കടം തോന്നും, മനസ്സിനെയൊക്കെ ഉലച്ചു പോകുന്ന ഒരു ന്യൂസാണ്. അതിനോടൊപ്പം രക്തം തിളയ്ക്കുന്ന ഒരു ന്യൂസും കൂടിയാണ്. ഈ ജാതി വെറിയുടെ പേരിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് ആ പോലീസുകാരൻ, അല്ലെ അവിടുത്തെ SI ട്രിവാൻഡ്രം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SI ചെയ്ത ക്രൂരത, അത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അത്രയ്ക്ക് ഒരു ദയനീയ, ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിസ്സയാവസ്ഥയാണ് അവരുടെ ജാതിയുടെ പേരിലോ എന്തോ ആയിക്കോട്ടെ, ജാതിയുടെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പണത്തിന്റെ സാമ്പത്തികത്തിന്റെ പേരിലായിക്കോട്ടെ, ആ SI ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയോട് കാണിച്ച ക്രൂരത, അത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്, അതിനോടൊപ്പം രക്തം തിളയ്ക്കുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല, ആ പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടണം. ആ ഇത്രയും സങ്കടം അല്ലെങ്കിൽ ഇത്രയും അപമാനം സഹിച്ച ആ ബീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, തിരുവനന്തപുരം പേരൂർക്കടയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പേര്, പെൺകുട്ടി എന്നല്ല, ഒരു സ്ത്രീയാണ്. സ്ത്രീയുടെ പേര് ബിന്ദു എന്നാണ്. പിന്നീട് അമ്പലമുക്കാണ് ഈ ബിന്ദുവിന്റെ വീട്. ബിന്ദുവിന് 2 മക്കളാണുള്ളത്, 2 പെൺകുട്ടികൾ, 15 വയസ്സ് 17 വയസ്സുള്ള 2 പെൺമക്കളാണുള്ളത്. അവർ ഈ പേരൂർക്കടയുള്ള ഒത്തിരി ഒരു സമ്പന്ന കുടുംബത്തിൽ വേല ചെയ്യാൻ വേണ്ടി, വീട്ടു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്ന ബിന്ദു ഒരു ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ച ബിന്ദു പിന്നീട് അവിടുത്തെ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്, തൊട്ടടുത്തുള്ള പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നു. കോള് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പിന്നീട് ശമ്പള കുടിശ്ശിക എന്തോ വീട്ടുകാര് സ്റ്റേഷനിൽ തന്നിട്ടുണ്ട്, അത് വന്ന് വാങ്ങിയിട്ട് പോകാൻ വേണ്ടി പറയുന്നു. ബിന്ദു ആലോചിച്ച് ചിലപ്പോൾ ശരിയായിരിക്കും, എന്തെന്ന് അറിഞ്ഞുള്ള ബിന്ദു എന്തായാലും പോലീസ് അല്ലേ വിളിക്കുന്നതെന്ന് കരുതി ഈ ബിന്ദു നേരെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് ബിന്ദുവിന് കാര്യം മനസ്സിലായത്. മറ്റൊന്നുമല്ല, താൻ അവരുടെ തന്നെ 2.5 പവന്റെ മാല, ഈ വീട്ടിലെ 2.5 പവന്റെ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ വീട്ടുകാർ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ വേലക്കാരിയാണ് സംശയം എന്നുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ ബിന്ദുവിനെ എന്ത് ചെയ്യുന്നു, ഇവരെ അറസ്റ്റ് ചെയ്തു. പല ആവർത്തി ചോദിച്ചിട്ട് ബിന്ദു കേണപേക്ഷിച്ച് കരഞ്ഞു വിളിച്ചു പറയുന്നുണ്ട്, ഞാനല്ല ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ആരെങ്കിലും ഒരാളെ സ്റ്റേഷനിൽ കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ വിളിച്ചു പറയണം എന്നൊരു റൂളുണ്ട്. അതൊക്കെ അവിടെ കാറ്റിൽ പുറത്തേക്കൊണ്ട്, കാരണം ദളിതാണ്, ഈ പെൺകുട്ടി ദളിതാണ്. അതുമല്ല, സാമ്പത്തികമായിട്ടും ആരും അന്വേഷിക്കാനും ഈ ഭർത്താവിനെ കുറിച്ചൊന്നും ഒരിടത്ത് പറഞ്ഞു കേൾക്കുന്നതിന് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇതിന്റെ തലയിലേക്ക് പിന്നീട് ഈ പറയുന്ന കേസ് കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഈ SIയുടെ പേര് ഇതിനകത്ത് എന്തോ ആണ് പേര്, മറന്നു, ഈ വീടിക്കകത്തുണ്ട്. എന്ത് ചെയ്യുന്നു, തലയിൽ, ശരി ഓക്കെ, അവർക്ക് സംശയം ഉണ്ടാവാം, ഈ പെൺകുട്ടി ആയിരിക്കാം എടുത്തെന്നുള്ളത് സംശയം ഉണ്ടാവാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവരെന്ത് വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. അവസാനം ഈ SI ഈ പറയുന്ന കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് SI പറഞ്ഞൊരു സംഭവം മറ്റൊന്നുമല്ല. SI പറഞ്ഞത്, നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ 2 മക്കൾ, 15, 17 വയസ്സുള്ള 2 മക്കളെ കൂടി ഇതിലെ കേസിൽ പ്രതി ചേർക്കും എന്ന് പറഞ്ഞപ്പോൾ ബിന്ദുവിന് വേറെ നിവർത്തിയില്ല. കാരണം ആരുമില്ല, ഇവിടെ സ്റ്റേഷനിൽ കിടക്കുന്നതൊന്നും പോലും ആർക്കും അറിയത്തില്ല, ആരും പറഞ്ഞിട്ടില്ല, ഇവരെ അറിയിച്ചിട്ടുമില്ല. അങ്ങനെ ഇവള് സമ്മതിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, പിന്നീട് ഈ പോലീസുകാർക്ക് വളരെ സന്തോഷമായി, സമ്മതിച്ചല്ലോ. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഇവരുടെ വീട്ടിലേക്ക് തൊണ്ടി മുതലെടുക്കാൻ വേണ്ടി പോകും. അവിടെ ചിലപ്പോൾ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബിന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നു, സാറേ ഞാൻ പിന്നെ ഗതികെട്ട് സമ്മതിച്ച ഞാനല്ല എടുത്തത് എന്ന് വീണ്ടും പറയുന്നു. വീണ്ടും ദേഷ്യത്തിൽ ഇവളെയും കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. അതിനിടയ്ക്കാണ് മാല കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു കോൾ വന്നു, മാല കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം. ശരി, ഇതുവരെ ഓക്കെ, താങ്കൾക്ക് പറ്റിയ തെറ്റ് എന്ത് ചെയ്യണം, ഈ പോലീസുകാരൻ എന്ത് ചെയ്യണം, അത് സമ്മതിക്കണം. പക്ഷെ പോലീസുകാരെ സമ്മതിച്ചില്ല. പോലീസുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇനി മേലാൽ ഈ പരിസരത്തൊന്നും കണ്ടുപോകരുത്, ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞു വിട്ട ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾ അതിന്റെ ന്യൂസ് ആദ്യം നിങ്ങൾ കേൾക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നും. അതൊന്ന് കേൾക്കാം നമുക്ക്. ഓക്കെ. അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം
ബിന്ദു അറിയുന്നത്. അപ്പോൾ സമയം ഏപ്രിൽ 23 വൈകിട്ട് 4 മണി. താൻ കള്ളിയല്ലെന്ന് വീട്ടുടമസ്ഥയുടെയും പോലീസുകാരുടെയും കാല് പിടിച്ചു പറഞ്ഞു ബിന്ദു. ടോപ്പൊക്കെ മാറ്റിയിട്ട് വന്ന് പരിശോധിച്ചു. ഞാൻ എല്ലാം തെറി വിളിച്ചൊന്ന SI ആണ് വിളിച്ചത്, SI പ്രസാദ്. ഞാൻ കൂടി ടോപ്പൊക്കെ മാറ്റി എന്ത് ചെയ്തു ഒക്കെ നോക്കിയിട്ടുണ്ട്. അവളെ തെറി വിളിച്ചു. SI പ്രസാദ് എന്ന് പറയുന്ന ഈ നരാധമനാണ് ഈ പറയുന്ന തെണ്ടിത്തനം, ഈ പറയുന്ന വൃത്തികേടുകളെല്ലാം ചെയ്തത്. ഈ SI പ്രസാദ്, അതായത് പേരുക്കട സ്റ്റേഷനിലെ SI ആണ് ഈ സംഭവം. ഓക്കെ, കേട്ടിട്ടില്ല, അങ്ങനത്തെ ചീത്തകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. കസ്റ്റഡി വിവരം കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടയാൾ ആവശ്യപ്പെടുന്നവരെ അറിയിക്കണമെന്നാണ് നിയമം. ബിന്ദു കേണപേക്ഷിച്ചിട്ടും വീട്ടിലറിയിച്ചില്ല. രാത്രി വൈകിയതോടെ ആട്ടുകാലിലെ വീട്ടിൽ കാത്തിരിക്കുന്ന പെൺമക്കളെ ഓർത്ത് ബിന്ദു കുറ്റമേറ്റു. നിന്നെ കൊണ്ടുപോകും, നിന്റെ മക്കളെയും കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറ്, ഈ പോലീസുകാരൻ പറഞ്ഞു. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രാത്രിയായിട്ടും വീട്ടിലെത്താത്ത ബിന്ദുവിനെ തിരഞ്ഞിറങ്ങിയ ബന്ധുക്കൾ മാല വീണ്ടെടുക്കാൻ ബിന്ദുവുമായി പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് വിവരമറിയുന്നത്. തിരികെ സ്റ്റേഷനിലെത്തിച്ച ബിന്ദു വെള്ളം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ബാത്റൂമിൽ പോയി കുടിക്കാനാണ് എന്നോട് പറഞ്ഞത്. രാത്രി മുഴുവൻ മാലക്കള്ളി എന്ന വിളിയും കേട്ട് സ്റ്റേഷനിൽ. രാവിലെ ഒരു 11 എൻ്റെ ചേട്ടന് കാപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നു. കാപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടും ഈ പോലീസുമാർ എന്നെ കഴിക്കാനോ ഒന്നിനും എന്നെ സമ്മതിച്ചില്ല. രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥയെ അറിയിച്ചതോടെ ബിന്ദുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാല കിട്ടിയ കാര്യം മറച്ചുവെച്ച് കവടിയാറിലോ പരിസരത്തോ കണ്ടുപോകരുതെന്നായിരുന്നു SIയുടെ ഭീഷണി. SI പ്രസാദ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് സാർ, അത് ഈ പേരൂക്കട കവടിയാറ് ഭാഗത്തു നിന്ന് എന്നെ കണ്ടുപോകരുത്, എങ്ങോട്ടങ്ങ് നാട് വിട്ട് പൊക്കോളണം എന്നാണ് ഈ SI എന്നോട് ലാസ്റ്റ് പറഞ്ഞത്. നമുക്ക് ഭംഗിയില്ല, നമ്മളെ ജാതിയുടെ ഇത് വെച്ചാണ് ഇവർ ഇത്രയും ക്രൂരത എന്നോട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഭംഗിയില്ല നമ്മുടെ ജാതിയുടെ ഇത് വെച്ച്. സത്യം ഇതൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ അത് തന്നെയാണ് സത്യം. കാരണം അവർ വെള്ളം ചോദിച്ചപ്പോൾ എന്ത് പറയുന്നത്, ബാത്റൂമിൽ പോയി എടുത്ത് കുടിക്കാൻ പറയുന്നു എന്ന് പറയുന്ന SI പ്രസാദ് എന്ന് പറയുന്ന നാറി കാണിച്ച ഈ സംഭവങ്ങൾ. ഇവരിപ്പോ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശരി, ഓക്കെ, സംശയത്തിന്റെ പേരിൽ എടുത്തു, ഇവരെ കസ്റ്റഡിയിൽ എടുത്തു, സംശയം തോന്നി, ഇവരെ രാത്രി വീട്ടിൽ കൊണ്ടുപോകുന്നു. വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് ഇവർ പറയുന്നത്, ഞാൻ ഗതികെട്ട് പറഞ്ഞതാണ്, എന്റെ പിള്ളേയും കൂടി എന്റെ കുട്ടികളെയും കൂടി ഈ കേസിൽ പെടുത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ ഗതികെട്ട കേസ് സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഇവരെയും കൊണ്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഒരു മാല കിട്ടിയെന്ന് അവർ അറിയിക്കുന്നത്. അപ്പോഴെങ്കിലും എടാ ഈ പറയുന്ന നാറിക്ക് അല്ലെങ്കിൽ ഈ SIക്ക് അപ്പോഴെങ്കിലും ഒരു ചെറിയ ഒരു മനസാക്ഷി കുത്തു തോന്നുന്നുണ്ട്. ചെറിയൊരു സോറി, പോട്ടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഇത്രയും നിങ്ങളെ ബുദ്ധിമുട്ട്, സോറി എന്ന് പറയാനതിന് പകരം പറഞ്ഞാൽ മനസ്സിലായില്ല, നീ ഈ പരിസരത്ത് കണ്ടുപോകരുത്, ഞാൻ എന്റെ ഇതിൽ വിടയാണ്, എന്റെ ഒരു ഔദാര്യത്തിൽ വിടണം, നീ ഈ പരിസരത്ത് ഇനി കണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ ആ ധാഷ്ട്യം ആലോചിച്ച് നോക്കി. ആ ധാഷ്ട്യത്തിലാ പറഞ്ഞു വിടുന്നത്. കാരണം ഇവരാരുമില്ല, ജാതിയിൽ കുറഞ്ഞ ആര് ചോദിക്കാൻ പറയാനും വരെ ഒരുത്തനും വരത്തില്ല. അതുകൊണ്ട് തന്റെ കുറ്റം അല്ലെങ്കിൽ തനിക്കുണ്ടായ അബദ്ധം, തനിക്കുണ്ടായ പ്രശ്നം ഇവരുടെ തലയിൽ കുത്തിവെക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ തലയിലേക്ക് ചാർത്തപ്പെടുകയാണ്. മനസ്സിലായോ? നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങളെയൊക്കെ മോഷ്ടിച്ചു, പിന്നെ എന്റെ ഒരു ഔദാര്യത്തിലാണ് നിങ്ങളെ വിടുന്നത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ പറയുന്ന ഇവനെയൊക്കെ SI ആയിട്ട് ഇരുത്താണ്ട് ഇത്രയും ജാതി വെറി മനസ്സിൽ കൊണ്ടു നടക്കുന്ന നാറികളെയൊക്കെ SI ആയിട്ട് ഇരുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ പിണറായി സർക്കാരിനോട് ചോദിക്കുന്ന ഒരു കേസ്, ഈ ഒരു കേസിൽ നിങ്ങൾ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കും. ഈ ഒരു നിസ്സഹാവസ്ഥ, ഈ ഒരു സ്ത്രീയുടെ, ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുമാത്രം ക്രൂരതയാണ്. നമ്മുടെ കുടുംബത്താണ്, നമുക്കാണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ആ ഒരു വേദന എന്തുമാത്രം. ആരും ഇല്ലടേ, കൊണ്ട് അകപ്പെട്ടിരിക്കുകയാണ്. ചോദിക്കാൻ ഒരു മനുഷ്യരെ അറിയിച്ചിട്ടില്ല, ആരും വരുന്നില്ല. ഒരു സ്ത്രീയാണ് പിന്നീട് ഈ പറഞ്ഞ 15-17 വയസ്സുള്ളപ്പോൾ തന്റെ കുട്ടികളെയും കൂടി ഇതിനകത്തോട്ട് പിന്നെ കേസിൽ പെടുത്തു എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലായി, കാരണം എന്നെ ഇപ്പോഴേ പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അവരെയും കൂടി പെടുത്തും. അവര് എന്ത് ചെയ്തു? സമ്മതിച്ചു. വേറെ നിവൃത്തിയില്ല, സമ്മതിച്ചു. അവിടെ വേറെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് മാല ഉണ്ടെങ്കിൽ അതും കൂടി തടയ വെച്ചു കൊടുത്തന്നെ. ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് അവര് മാല കിട്ടിയെന്ന് പറഞ്ഞു. അവര് മാല കിട്ടിയില്ലെന്ന് പറഞ്ഞെങ്കിലോ, അവർ പറയണം അവർക്ക് മാല കിട്ടിയിട്ട് അവർ കിട്ടിയില്ല, കണ്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ സത്യമായിട്ട് 100% ഈ പാവപ്പെട്ട സ്ത്രീയുടെ തലയിൽ ഇവർ അടിച്ചേൽപ്പിച്ചേനെ, ഇവർ ഈ കേസ് അടിച്ചേൽപ്പിച്ചേനെ. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള മാറിയ കളികൾ കളിക്കുന്ന ഈ പറയുന്ന ജാതി വെറിയും കൊണ്ട് നടക്കുന്ന നാറികളെ ഇതുപോലുള്ള നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ നിയമപാലകരായിട്ട് ഇരുത്താൻ പാടില്ല. അത് തെറ്റാണ്. ഇവനെ സസ്പെൻഡ് ചെയ്ത്, ഇവൻ ഡിസ്മിസ് ചെയ്ത്, ഇവനെ വീട്ടിൽ കൊണ്ടിടണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് എല്ലാവരും വളരെ
എന്താ പറയുക, എല്ലാവരും ഷെയർ ചെയ്യുക, ഇത് എല്ലാവർക്കും എത്തിക്കട്ടെ. ഈ ഒരു പാവം സ്ത്രീക്ക് നീതി കിട്ടട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.